Hi, I am Rojus, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2024 NEET examination base ചെയ്തിട്ട് MBBSൻ്റെയും BDSൻ്റെയും കേരളത്തിലെ സീറ്റുകളിലേക്കുള്ള ലാസ്റ്റത്തെ സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ടും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഈ ലാസ്റ്റത്തെ സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റിൽ ഒരു കോഴ്സ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ നവംബർ 5-ന് മുമ്പായി എല്ലാ ഡോക്യുമെൻസുമായി കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യണം. ഇവിടെ 5th ലാസ്റ്റ് വരുന്ന ഈ സ്ട്രേ വേക്കൻസിയിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, മുന്നോട്ട് അവർക്ക് ഏതെങ്കിലും ഒക്കെ പണിഷ്മെൻറ്റുകൾ എൻട്രൻസ് കമ്മീഷൻ വെച്ചാൽ അതുമൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റത്തെ സ്ട്രേ വേക്കൻസിയിൽ നമുക്കൊരു കോഴ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നവംബർ 5-ന് മുമ്പായി കോളേജുകളിൽ എല്ലാ ഡോക്യുമെൻസുമായി ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിനു മുമ്പ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതിൽ നിന്നും ചേഞ്ച് ചെയ്തിട്ടാണ് സ്ട്രേ വേക്കൻസിയിൽ ഒരു കോഴ്സ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ മുൻപ് ജോയിൻ ചെയ്ത ക്യാമ്പസിൽ നിന്നും എല്ലാ ഡോക്യുമെൻസുകളും റിട്ടേൺ കളക്ട് ചെയ്ത് നവംബർ 5-ന് മുൻപായി നാം ജോയിൻ ചെയ്യാം. ഇനി ഈ സ്ട്രേ വേക്കൻസിയോടുകൂടി മുഴുവൻ സീറ്റും കംപ്ലീറ്റ് ആവുകയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. നാം കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിലേക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് മെട്രിക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ലാറ്റിൻ കത്തോലിക്കും അങ്ങനെ എല്ലാ റിസർവേഷൻ കമ്മ്യൂണിറ്റിയുടെയും ഗവൺമെൻറ് സീറ്റിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ സീറ്റിലും ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ചുള്ള റിസർവേഷൻ അനുസരിച്ചുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുകൾ എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ തന്നെ ലാസ്റ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ റിസർവേഷൻസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് അഡ്മിഷൻ എൻട്രൻസ് കമ്മീഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്ട്രേ വേക്കൻസി ലാസ്റ്റത്തെ റൗണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നവംബർ 5-ന് മുമ്പായി ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയും ഒരു വേക്കൻസിയോ 2 വേക്കൻസിയോ അത് MBBSനോ BDSനോ ഗവൺമെൻറ് സെക്ടറിലോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലോ NRI സീറ്റുകളിലോ ഒക്കെ വരാം. ആ സീറ്റുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഫില്ല് ചെയ്യുന്നതും എൻട്രൻസ് കമ്മീഷന് തന്നെയാണ്. അത് ഇതുവരെയുള്ള അലോട്ട്മെൻറ്റിൽ കൃത്യമായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന, നമുക്കറിയാം ഒരു MBBSന് ഗവൺമെൻറ് സീറ്റിലൊക്കെ 2500 വരെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറൗണ്ട് ഒരു 10,000 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഒരു 3,000 വരെയൊക്കെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ 11,000 12,000 ഒക്കെ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സ്ട്രേ വേക്കൻസിയോടെ എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് സീറ്റ് ഒന്നും ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് മനസ്സിൽ ചിന്തിക്കാതെ നവംബർ 5-ന് ശേഷമുള്ള ഓരോ ദിവസങ്ങളിലും പുതിയ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ, ഒരു സീറ്റ് വേക്കൻസി വന്നാൽ, അല്ലെങ്കിൽ ഒരു BDSൻ്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സീറ്റിൽ ഒരു സീറ്റ് വേക്കൻസി വന്നാൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ വരുന്നുണ്ടോ എന്ന് ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നോക്കി കൃത്യമായി നാം ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ഇനി ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ വിദ്യാർത്ഥികളുമായി ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. ഇനി 2024 നീറ്റിൻ്റെ ആ പരീക്ഷയിലൂടെ MBBSൻ്റെയും BDSൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിനോടൊപ്പം തന്നെ പാരലായി അലൈഡ് കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് ഈ അലൈഡ് കോഴ്സുകളുടെ എത്തുമ്പോൾ ഒക്ടോബർ 31 ഇന്ന് ആയുർവേദത്തിൻ്റെയും ഹോമിയോയുടെയും അതുപോലെ സിദ്ധ യുനാനി ഈ കോഴ്സുകളിലേക്ക് ഒരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ MBBSനോ BDSനോ അഡ്മിഷൻ ലഭിച്ചിട്ടില്ല, അലൈഡ് കോഴ്സുകൾക്ക് ഞാൻ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഈ 4 കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഒക്ടോബർ 31 midnight 11:59 വരെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവും എൻട്രൻസ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. കാൻഡിഡേറ്റ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ അഡ്മിഷൻ പ്രൊസീജിയറിൻ്റെ ലാസ്റ്റത്തെ സ്ട്രേ വേക്കൻസിയിൽ അലൈഡ് കോഴ്സുകളുടെ ലാസ്റ്റത്തെ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ വർഷം ഒരു അഡ്മിഷൻ നേടിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു അഡ്മിഷൻ നേടിയെടുക്കാനും നമുക്ക് അർഹതപ്പെട്ട ഒരു സീറ്റ് എൻട്രൻസ് കമ്മീഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻസുകളും സബ്മിറ്റ് ചെയ്തുകൊണ്ട് കൃത്യസമയത്തിന് മുമ്പായി കോളേജുകളിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ തുടരാനും നമ്മുടെ ഡ്രീം കോഴ്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2024 നീറ്റ് എക്സാം എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന MBBS അല്ലെങ്കിൽ BDS അല്ലെങ്കിൽ ഹോമിയോ, ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ ഏത് കോഴ്സും ആവട്ടെ ആ ഒരു കോഴ്സിലേക്കാണ് നാം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഈ കോഴ്സ് അനുസരിച്ചാണ് അടുത്ത നമ്മുടെ ലൈഫ് ഒരു 65 ഇയേഴ്സിലേക്ക് മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ അത്രയും നല്ലൊരു കോഴ്സും ക്യാമ്പസും ഒക്കെ നന്നായി പരീക്ഷ എഴുതി വിജയിച്ച് നേടിയെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം നിങ്ങൾ നന്നായി പഠിച്ച് വെറും ഒരു കോഴ്സിലേക്കല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇത് നിങ്ങളുടെ ഡെസിഗ്നേഷനാണ്. അപ്പോൾ നല്ല കമ്മിറ്റ്മെൻ്റ് ഉള്ള, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള, ഫാമിലിയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള, സത്യസന്ധതയുള്ള ഒരു പ്രൊഫഷണൽസായി നിങ്ങൾ മാറട്ടെ. അത് എഞ്ചിനീയറിംഗ് സെക്ടർ ആവട്ടെ, മെഡിക്കൽ സെക്ടർ ആവട്ടെ, ഏത് സെക്ടറിൽ ജോയിൻ ചെയ്തവരും വെറുതെ ഒരു കോഴ്സ് പഠിച്ച് തീർക്കുന്നു എന്നതിനേക്കാളുപരി നല്ല മനുഷ്യനാവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ പഠിച്ചു മുന്നേറാൻ ഓരോ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതോടൊപ്പം 2024 എക്സാമിനേഷൻ ത്രൂ നമുക്കൊരു നല്ല ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ 2025 എക്സാമിനേഷൻ നിങ്ങളുടേതാക്കി മാറ്റാൻ, ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ ഒരു കെയറോടുകൂടി ആ വിജയത്തിലേക്ക് എത്തിക്കാൻ ആൽഫയുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങളെ ഇനിയുള്ള അവസരങ്ങളിൽ നന്നായി പഠിപ്പിച്ച് വിജയം മേടിച്ചു തരാൻ, വിജയത്തിലേക്ക് നിങ്ങളെ എത്തിച്ചു തരാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഏതൊരു സംശയങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ വിളിക്കുകയും ചെയ്യാം. നിങ്ങളോടൊപ്പം എന്നും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.